ഹായ് ഗൈസ്, ഇപ്പോൾ നമുക്കിന്ന് കുറച്ച് ആർട്ടിഫിഷ്യലായ മുല്ലപ്പൂ ഉണ്ടാക്കിയാലോ. ഓണല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് മുല്ലപ്പൂ എല്ലാം ആവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു A4 എടുക്കുക. അതിനുശേഷം അത് നല്ലോണം ഫോൾഡ് ആക്കുക. മീൻസ് നമ്മൾ ടിഷ്യൂ പേപ്പറിലുള്ളവർക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ജേർണലൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ചുലുക്കിയിട്ടല്ലേ പേപ്പർ യൂസ് ചെയ്യാം, ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ നമ്മളിതും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ എന്താ, നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിലും വിഡ്ത്തിലും അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് പിന്നെ ഇതേപോലെ ചെയ്താൽ നമുക്കതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് വരും. ടിഷ്യൂ പേപ്പറുള്ളവർക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് അതേപോലെ പേപ്പർ ആണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഞാൻ അതാണ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഈ പേപ്പർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വേഗം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിലും വിഡ്ത്തിലും ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഇതേപോലെ ഉരച്ച് കൊടുക്കണം ഗൈസ്, എന്നാലേ അത് സോഫ്റ്റ് ആവുള്ളൂ, ടിഷ്യൂ പേപ്പറിൻ്റെ ടെക്സ്ചറിലേക്ക് വരുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേണ്ട ഒരളവിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെയും നിങ്ങൾക്കത് വേണ്ട അളവിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ മുല്ലപ്പൂവിന് എത്ര ലെങ്ത്ത് വേണോ അത്രയും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഞാൻ ഫോൾഡ് ചെയ്യും പോലെ മിഡിൽ പോർഷൻ പിടിച്ചിട്ട് നമ്മൾ ബോ എല്ലാം ഉണ്ടാക്കൂലേ, അതേ ഒരു വെയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ, ഞാൻ സൈഡിൽ അവിടെ മിക്സ് ചെയ്ത് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പശയും പിന്നെ ഏതെങ്കിലും ഒരു ഗ്ലൂ ആയാൽ മതി കേട്ടോ. ഏത് ഫെവിക്കോളോ ഫെവിഗമ്മോ ഏതായാലും വേണ്ടില്ല. അതിൻ്റെ കൂടെ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് വെച്ചാണ്. പിന്നെ ഇതേപോലെ മുല്ലപ്പൂ ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിഡിൽ ട്വിസ്റ്റ് ചെയ്തും കൂടെ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് കോർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗ്രീൻ കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ എല്ലാം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തൊന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതെങ്ങനെ കോർക്കാന്ന് വെച്ചാൽ ചെറിയൊരു ത്രെഡ് എടുക്കുക, സൂചിയും കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. സൂചി ഇല്ലാത്തവർക്കാണ് ജസ്റ്റ് കെട്ടി കൊടുത്താലും മതി ഗൈസ്, ഓരോന്നോരോന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് വെച്ചിട്ട് സാധാ പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കോർക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഗൈസ്, അതിനോട് വിട്ടുപോയി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ ഞാനിപ്പോൾ പറയുന്നത് ഗ്ലൂ യൂസ് ചെയ്യണമെന്നാണേ.